വയനാട് പുൽപ്പള്ളിക്കടുത്ത് ചേകാടി സ്കൂളിലെത്തിയ കുട്ടിയാന ചരിഞ്ഞു. കഴിഞ്ഞ മാസം 18-നാണ് കുട്ടിയാന ചേകാടിയിലെത്തിയത്. കുട്ടിയാനയെ വെട്ടത്തൂർ വനത്തിൽ വിട്ടു എങ്കിലും ആനക്കൂട്ടം ഉപേക്ഷിക്കുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുർജിത്ത്. ഉന്മേഷ്, സ്മിത, അതൊരു സങ്കടകരമായ വാർത്തയാണ്. ഈ വെള്ള ആന ക്യാമ്പിലായിരുന്നു ഈ ആനക്കുട്ടി ഒരു മാസമായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 18-ാം തീയതിയാണ് ചേകാടി LP സ്കൂളിലേക്ക് ആനക്കുട്ടി എത്തിയത്. 3 മാസമായിരുന്നു പ്രായം. ആനക്കൂട്ടം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ആനക്കുട്ടി ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായത്. ചേകാടി സ്കൂളിൽ നിന്നും അതിനെ പിടികൂടി വെട്ടത്തൂർ വനമേഖലയിലേക്ക് മാറ്റി. ആനക്കൂട്ടത്തിനടുത്തേക്ക് കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചെങ്കിലും ആ ആനക്കൂട്ടം അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് കബനിപ്പുഴ നീന്തിക്കടന്ന് നേരെ എത്തുന്നത് ബൈരക്കുപ്പ പഞ്ചായത്തിലാണ്. ബൈരക്കുപ്പ പഞ്ചായത്തിലെ കടഗദ്ദ എന്ന് പറയുന്ന പ്രദേശത്തിലാണ്. ആ പ്രദേശത്ത് വെച്ച് പരിക്കേറ്റ നിലയിൽ ആനക്കുട്ടിയെ നാട്ടുകാർ അതിനെ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. തുടർന്നാണ് നാഗർഹോളെ വനത്തിനകത്തുള്ള ഈ ആന ക്യാമ്പിലേക്ക്, വെള്ള ആന ക്യാമ്പിലേക്ക് മാറ്റിയത്. ഈ കട്ടിയാഹാരം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് ആട്ടിൻപാൽ മാത്രം നൽകിയാണ് അതിനെ പരിചരിച്ച് കൊണ്ടുവന്നിരുന്നത്. ഒരു മാസമായി അതിനെ പരിചരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തിയിരുന്നത്. പക്ഷേ അതിന് അസുഖമുണ്ടായിരുന്നു. അസുഖമാണ് ഒരുപക്ഷെ ആനക്കൂട്ടം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. പക്ഷേ ആനക്കുട്ടിക്കുണ്ടായ അസുഖമാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മിനിഞ്ഞാന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും ചെരിഞ്ഞ ആനക്കുട്ടിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ ആളുകൾ അത് കൗതുകത്തോടു കൂടി നോക്കിയതാണ് ഈ ആനക്കുട്ടിയുടെ വരവും അത് കുട്ടികൾക്ക് സമീപത്ത് നിന്ന് കളിക്കുന്നതും അതിങ്ങനെ ഓടി നടക്കുന്നതും എല്ലാം തന്നെ അത് വലിയ കൗതുകമായ ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ദുഃഖകരമായ വാർത്ത, ആനക്കുട്ടി അത് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വാർത്ത. എന്തായാലും മറ്റു നടപടികളെല്ലാം തന്നെ കർണാടക വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തെ ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ മറ്റു നടപടികളെല്ലാം തന്നെ വനംവകുപ്പ് പൂർത്തിയാക്കി ആനയുടെ സംസ്കാരം നടത്തിയിട്ടുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.